വനിതാ സംവരണ ബില്ലിനോടനുബന്ധിച്ചുള്ള മണ്ഡല പുനർനിർണയത്തിൽ ഒരു സംസ്ഥാനത്തിനും ദോഷമുണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഉറപ്പു നൽകി. സ്ത്രീകളുടെ ചാമ്പ്യനാകാനാണ് മോദിയുടെ ശ്രമമെന്ന് പ്രിയങ്ക ഗാന്ധി MP. മണ്ഡല പുനർനിർണയ ബിൽ ഏകപക്ഷീയതയുടെ പുതിയ രൂപമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപന തീയതി മാറ്റി. ഡൽഹി വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന വിമാനത്തിൽ മറ്റൊരു വിമാനം ഇടിച്ചു കയറി. ഇറാൻ അമേരിക്ക ചർച്ച പുരോഗതിയുണ്ടെങ്കിലും ആണവ വിഷയത്തിൽ തർക്കം തുടരുന്നു. അവകാശങ്ങൾ ഉറപ്പാക്കാതെ ഫോർമോസിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പ്. തനിക്ക് 18 വയസ്സ് കഴിഞ്ഞുവെന്നും തന്നെ നിർബന്ധിച്ച് മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ട കുംഭമേളയിൽ വൈറലായ പെൺകുട്ടി. പോക്സോ കേസിൽ കൊച്ചിയിലെത്തിയതിനു പിന്നാലെ പെൺകുട്ടി കേരള പോലീസിന്റെ സംരക്ഷണം തേടി. കൊല്ലം അഞ്ചലിൽ കരാട്ടെ ക്ലാസ്സിൽ പരിശീലനത്തിനിടെ 11കാരി കുഴഞ്ഞു വീണു മരിച്ചു. വാളകം പുത്തൻവിള സ്വദേശി അഹന്നയാണ് മരിച്ചത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ സാമൂഹിക മാധ്യമങ്ങളിൽ പോര് തടയിട്ട് നേതാക്കൾ. മുഖ്യമന്ത്രി സ്ഥാനം ഒരു കോൺഗ്രസ് നേതാവും ആവശ്യപ്പെട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ആരും സിംഗിളായി നൃത്തം ചെയ്യണ്ട എന്ന രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായമാണ് തന്റേതെന്ന് K മുരളീധരൻ. നിതിൻ രാജിന് നീതി വേണമെന്നാവശ്യപ്പെട്ട് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികളും നഴ്സിംഗ് പാരാമെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും. പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത, പവേർഡ് ബൈ ലീഡ് സ്കൂൾ മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം